സമയം അടുത്തിരിക്കുന്നു. അതിന് നമുക്ക് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെയും 3-ാമത്തെയും തിരുവചനവും 22-ാം അധ്യായത്തിന്റെ 6-ാമത്തെയും 10-ാമത്തെയും തിരുവചനം ഇതിനാസ്പദമായിട്ട് നമുക്ക് പഠിപ്പാനായിട്ട് കഴിയും. ഇവിടെ രണ്ട് ഭാഗങ്ങളിലും സമയം അടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു വാണിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അടുത്ത് എഴുത്തിന്റെ മറ്റൊരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ന്യായവിധിയെ ഓർപ്പിക്കുന്നു. ഒന്നാമത്തേത് സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതായ ഒരു മുന്നറിയിപ്പാണെങ്കിൽ, രണ്ടാമത്തെ ചിന്ത ദൈവത്തിന്റെ ന്യായവിധിയെ ഓർപ്പിക്കുകയാണ്. ദൈവിക ന്യായവിധി വരാൻ പോകുന്നത് ഏതൊക്കെ നിലകളിലാണ് ദൈവത്തിന്റെ ന്യായവിധി വരാൻ പോകുന്നത്? ഒന്ന്, ഭൂമിയെ ന്യായവിധിക്കും, മനുഷ്യനെ ന്യായവിധിക്കും, സകലത്തെയും, ഒറ്റ വാക്കിൽ പറഞ്ഞ സകലത്തെയും ദൈവം ചെയ്യുന്നു ന്യായവിധിപ്പാൻ പോകും. അപ്പോ ദൈവത്തിന്റെ ന്യായവിധിയെ ഓർപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആണ് ഈ എഴുത്തുകൾ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 9, 10, 11 വാക്യങ്ങളും 16-ാം അധ്യായം 5, 6, 7 വാക്യങ്ങളും ഈ പറയപ്പെട്ടതായ ദൈവത്തിന്റെ ന്യായവിധിയെ ഓർമ്മപ്പെടുത്തുന്ന വാക്യങ്ങളാണ്. ഇനി എഴുത്തിന്റെ മറ്റൊരു ഉദ്ദേശം, 3-ാമത്തെ ഉദ്ദേശം, എഴുത്തിന്റെ സ്വഭാവം അത് രണ്ട് നിലകളിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്നാമത്തേത് നമ്മൾ കണ്ടു, മുന്നറിയിപ്പാണ്, സമയമെടുത്തിരിക്കുന്നു എന്നുള്ളത്. രണ്ട്, ന്യായവിധിയെ ഓർപ്പിക്കുന്നു നമ്മൾ കണ്ടു. പക്ഷേ ഇതിൽ നിന്ന് രണ്ടിലും അർത്ഥവത്താകുന്ന ഒരു പദം തന്നെയാണ് 3-ാമത്തെ ചിന്ത എന്നുള്ളത്. എങ്കിലും ആ വാക്ക് ഇങ്ങനെയാണ്: എഴുത്തിന്റെ സ്വഭാവത്തിന്റെ അടുത്ത ഭാഗം എന്നുള്ളത് മുന്നറിയിപ്പും സംരക്ഷണവുമാണ്. ഒരു മുന്നറിയിപ്പ് ഈ ലോകത്തിന് ദൈവം കൊടുക്കുന്നു, അപ്പോൾ തന്നെ സംരക്ഷണത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുക. അതില് നമുക്ക് സബ് ഹെഡിങ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാനസാന്തരപ്പെടുക എന്നുള്ളൊരു മുന്നറിയിപ്പ്. മാനസാന്തരപ്പെടുക. ആരോടാണ് മാനസാന്തരപ്പെടാൻ പറയുന്നത്? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5, 16 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 2-ന്റെ 5ഉം 16ഉം വാക്യങ്ങളിൽ മാനസാന്തരപ്പെടുക എന്ന് നമുക്ക് സഭയോട് കൊടുക്കുന്ന, ഏഴ് സഭയ്ക്ക് കൊടുക്കുന്ന ദൂതിൽ നമുക്കത് കാണാൻ കഴിയും. അവിടെ മാനസാന്തരപ്പെടുക. അപ്പൊ ഈ മാനസാന്തരപ്പെടുക എന്ന് മുന്നറിയിപ്പാണത്. ഈ മുന്നറിയിപ്പ് പാപികളോടുള്ള മുന്നറിയിപ്പ്, ദൈവവചനത്തെ വിശ്വസിക്കുകയോ അനുസരിക്കുകയോ ചെയ്യാത്തവരോടുള്ള മുന്നറിയിപ്പ്. അടുത്തത്, ദൈവവചനത്തെയും ദൈവിക ന്യായവിധിയെക്കുറിച്ചുള്ള കൽപ്പനകളെയും നിഷേധിക്കുന്ന ഒരു കൂട്ടമുണ്ട്. ഇത് സഭയ്ക്കകത്തും ഇന്നുണ്ട്, സഭയ്ക്ക് പുറത്തുണ്ട്. ഇത് സഭയ്ക്ക് പുറത്തുള്ളവരോട് പറയുന്നതാണെങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇന്ന് സഭയ്ക്കകത്തുള്ളവരോടും പറയേണ്ട ഒരു കാര്യമായി മാറിയിരിക്കുക ഏതാ? മാനസാന്തരപ്പെടുക. സഭയ്ക്കകത്തും ഒരുപാട് ജഡീകന്മാർ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് സഭയ്ക്കകത്തും ഈ കാലഘട്ടങ്ങളിൽ പറയേണ്ടിയിരിക്കുന്നു ഏതാ? ഈ മുന്നറിയിപ്പ്, അല്ലെ? ദൈവത്തിന്റെ സ്തോത്രം. രണ്ടാമത്തെ ഭാഗമാണ് സംരക്ഷണം. ഈ സംരക്ഷണം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? വെളിപ്പാട് പുസ്തകം 1-ന്റെ 3, 2-ന്റെ 7. വെളിപ്പാട് പുസ്തകം 1-ന്റെ 3, 2-ന്റെ 7 സംരക്ഷണത്തെ കുറിച്ച് നമ്മൾ കാണുകയാണ്.